എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രകൃതിയിൽ ഭഗവാനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വള്ളി ദേവസേനാ സങ്കല്പങ്ങളിൽ പോലും പ്രകൃതിയായിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇന്ന് അതുപോലെ പ്രകൃതിയിൽ വിശേഷമായിട്ടുള്ളൊരു ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. ആ ഭാവത്തിന് പുറകിലുള്ള കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കഥയമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കഥ ഭഗവാന്റെ നാഗസുബ്രഹ്മണ്യ ഭാവത്തെ, സുബ്രഹ്മണ്യനും സർപ്പവും എന്നുള്ള ഭാവത്തിൽ ചിന്തിക്കാവുന്ന ഒരു കഥയാണ്. ആദ്യം ആ കഥ നമുക്കൊന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഭഗവാന്റെ അവതാരം, ആ മഹാദേവന്റെ 6 മുഖങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള 6 ജ്യോതിസുകൾ, അത് ശരവണപ്പൊയ്കയിൽ 6 കുട്ടികളായിട്ട് മാറുകയും ആ 6 കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയും 6 മുഖമായിട്ട് മാറുകയും അങ്ങനെ ഷൺമുഖനായിട്ടുള്ള മുരുകൻ്റെ അവതാരം ഉണ്ടായതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ആ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ കഥയെ അനുസ്മരിക്കാനുള്ളത്. ഏതാണ്ട് വിദ്യ അഭ്യസിക്കേണ്ട സമയം ഭഗവാൻ ആയിന്ന് തോന്നി. ആ സമയത്ത് ഭഗവാന്റെ രക്ഷിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ ബ്രഹ്മാവിൻ്റെ അടുക്കലേക്ക് ഭഗവാനെ വിദ്യ നേടുന്നതിനായിട്ട് അയച്ചു എന്നാണ്. അവിടെ ഭഗവാൻ വളരെ വിനയത്തോടു കൂടി ചെല്ലുന്നു. ബ്രഹ്മാവ് അവന് പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവിടേക്ക് എത്തുന്നു. പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാന്റെ ഒരു ചോദ്യം ബ്രഹ്മദേവന് നേരെ ഉയരുകയാണ്. പ്രണവത്തിൻ്റെ, ഓംകാരത്തിൻ്റെ അർത്ഥം. ബ്രഹ്മദേവനത് അറിയില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ബ്രഹ്മദേവൻ അറിയാത്തതായിട്ടുള്ള ഒരു പ്രണവരഹസ്യം എന്നതിനേക്കാൾ ഉപരി ഒരു കുട്ടിയുടെ ചോദ്യം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്തര ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ടെന്നൊരു മനോഭാവം ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും അദ്ദേഹം അത് പറഞ്ഞില്ല. ആ സമയത്താണ് ഭഗവാൻ ഓംകാരത്തിൻ്റെ, പ്രണവത്തിൻ്റെ അർത്ഥം അറിയാത്ത ഒരാളാണോ സൃഷ്ടി നടത്തുന്നത്? ഇത്ര കേവലമായിട്ടുള്ള ചിന്താഗതി വെച്ചിട്ടാണോ സൃഷ്ടി പോലത്തെ മഹത്തരമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഓംകാരത്തിൻ്റെ അർത്ഥം അറിയില്ല ബ്രഹ്മദേവന് എന്നുള്ള ഭാവത്തിൽ ബ്രഹ്മദേവനെ പിടിച്ച് തടവിലിട്ടു. എന്നിട്ട് ഭഗവാൻ തൻ്റെ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ്. അവിടെ ചെന്ന് ശ്രീപാർവതിയോടും ഒപ്പം ഭഗവാന്റെ അച്ഛനായിട്ടുള്ള മഹാദേവനോടും ഈ രംഗം ഭഗവാൻ വിസ്തരിക്കുന്നു. ആ സമയത്ത് ദേവിക്കുണ്ടായ ചിന്താഗതിയല്ല മഹാദേവനുണ്ടായതെന്നാണ്. മഹാദേവൻ സമചിത്തതയോടുകൂടി ആ ഉണ്ണി പറയുന്നത് കേൾക്കുന്നു. ഭഗവാന്റെ ഒരു ചോദ്യം ആ കുട്ടിയുടെ മുഖത്തേക്ക് നേരെ ഉയരുകയാണ്. ഉണ്ണി, ബ്രഹ്മാവ് പറയുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിൻ്റെ ഉത്തരം അറിയണമെന്നല്ലോ. തനിക്ക് ആ ഉത്തരം നിശ്ചയം ഉണ്ടാവും ഉണ്ണി എന്നാണ് ഭഗവാൻ ചോദിച്ചത് സ്വന്തം മകനോട്. ആ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവന്റെ മകനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. ആ അറിവിനെ കടഞ്ഞെടുത്തുണ്ടായിട്ടുള്ള മകനാണ് സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി അച്ഛനോട് പറയുന്നു, അച്ഛാ, എനിക്കറിയാം പ്രണവത്തിൻ്റെ, ഓംകാരത്തിൻ്റെ അർത്ഥം. അങ്ങനെ സ്വന്തം അച്ഛന് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാവമുണ്ട്. ഭഗവാന്റെ തോളിൽ കയറി ഇരുന്നുകൊണ്ട്, ഉയർന്ന പ്രദേശത്ത് ഇരുന്നുകൊണ്ട് സാക്ഷാൽ മുരുകൻ തൻ്റെ അച്ഛന് വേദത്തിൻ്റെ, ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്നാണ് കഥയിൽ പറയുക. അങ്ങനെ ഭഗവാൻ സ്വാമിനാഥനായി. എന്തായാലും ഉത്തരമൊക്കെ കേട്ട സമയത്ത് അതാണ് മഹാദേവന്റെ മഹത്വം. പറയുമ്പോൾ കുട്ടി വലിയ പണ്ഡിതനാണ്, വലിയ അറിവുള്ള ആളാണ്. എങ്കിലും ഭഗവാൻ പറയുന്നു, മോനെ, നീ ചെയ്തതൊക്കെ കുറച്ച് കടന്ന കൈയായിപ്പോയി. കാരണം അറിവിൻ്റെ പേരിൽ ഒരാളെ, പ്രായത്തിന് മുതിർന്ന ആളെ, പ്രത്യേകിച്ച് ബ്രഹ്മദേവനെ പോലെ ഒരാളെയൊക്കെ തടവിലിടുക എന്ന് പറഞ്ഞാൽ അതൊട്ടും അനുകരണീയമായിട്ടൊരു കാര്യമല്ല. അതുകൊണ്ട് ആ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ബ്രഹ്മാവിനെ തടവിലിട്ട ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തിട്ട് വരൂ. ആ സമയത്താണത്രേ ഭഗവാൻ ഒരു സർപ്പത്തിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ വന്ന് ആ ചെയ്ത തെറ്റിന് പരിഹാരാർത്ഥം ഭഗവാൻ തപസ് തുടങ്ങി എന്നാണ്. ഇത് കണ്ടപ്പോൾ ശ്രീപാർവതി ദേവിക്ക് വലിയ വിഷമായി. തൻ്റെ കുട്ടിയാണ് ഇവിടെ പോയി ഇങ്ങനെ ഒരു തപസ് ചെയ്യണത്. എത്രയൊക്കെ പറഞ്ഞാലും അമ്മയുടെ മനസ്സ് വേദനിക്കും. അപ്പോൾ ഭഗവാനോട് പോയിട്ട് അമ്മ ചോദിച്ചു, എൻ്റെ കുട്ടി ചെയ്തത് തെറ്റാണ്, പക്ഷേ ആ കുട്ടിയുടെ ആ തെറ്റിൻ്റെ ഒരു തീവ്രത കുറയാൻ ഞാൻ എന്തെങ്കിലും ചെയ്താൽ സഹായിക്കുമോ ഭഗവാനെ? ആ സമയത്താണത്രേ ഭഗവാൻ ഷഷ്ടിവ്രതം ഉപദേശിക്കുന്നത്. മക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അമ്മമാർക്ക് എടുക്കാവുന്ന വ്രതം. അങ്ങനെ ഷഷ്ടിവ്രതം ഭഗവതി എടുക്കുകയും ഭഗവാൻ തപസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ആ ചെയ്ത ആ അപരാധത്തിൻ്റെ കാഠിന്യം തീർന്ന സമയത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് ശ്രീപാർവതി ദേവിയോടുകൂടി ആ സർപ്പരൂപത്തിൽ തപസ് ചെയ്യുന്ന ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ ഭഗവാനെ മഹാവിഷ്ണു ഒന്ന് തലോടുകയും ചെയ്തു എന്നാണ് ആ സമയത്ത്
ഭഗവാന്റെ ആ പഴയ സ്വരൂപം, ആ നാഗരൂപത്തിൽ നിന്ന് ഭഗവാൻ ആ പഴയ സ്വരൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്നുമാണ് കഥ. ഇങ്ങനെ ഭഗവാനെ നാഗരൂപത്തിൽ ആരാധിക്കുന്ന ഒരുപാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലുണ്ട്. പലയിടത്തും ഭഗവാനെ ആ രൂപത്തിൽ ആരാധിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ ഭഗവാനെ പാമ്പിൻ്റെ രൂപത്തിൽ, സർപ്പത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുമ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള ആരാധ്യ വസ്തുക്കളെ സമർപ്പിക്കുകയൊക്കെ ചെയ്യുക, മഞ്ഞപ്പൊടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാൻ ആ സർപ്പരൂപത്തിൽ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ രാഹു കേതു ദോഷങ്ങളെ ഇല്ലാണ്ടാക്കാനാണെന്നാണ്. ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ അപഹാരം ഉണ്ടെങ്കിൽ സർപ്പകോപമാണ് പറയുക. അപ്പം അത് ഇല്ലാണ്ടാവാനാണ് അത്ര സുബ്രഹ്മണ്യ സ്വാമി ഈ നാഗരൂപത്തിൽ ഇരുന്ന് അനുഗ്രഹിക്കുന്നത്. ആ ദോഷമുള്ള ആളുകൾ ഭഗവാനെ ആ ഭാവത്തിൽ കണ്ടു ഭജിച്ചാൽ ആ ദോഷം മാറും എന്നുകൂടെ ഈ കഥയുടെ ഫലശ്രുതിയിൽ പറയാറുണ്ട്. അപ്പം അങ്ങനെ ആ നാഗസുബ്രഹ്മണ്യനായിരിക്കുന്ന ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു കഥയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.